ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബിഗ് ബോസ് വിന്നേഴ്സ് എവിടെയാണെന്ന് എല്ലാവരും ഇങ്ങനെ തിരക്കാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ബിഗ് ബോസ് സീസൺ ആയിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 വിന്നറായിട്ടുള്ള അനുമോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരുപാട് ആൾക്കാർ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ അനുമോളുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ഇൻ്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല, അനുമോൾ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് അനുമോളെ ചുറ്റും കൂടി അനുമോളോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ അറിയാൻ ആഗ്രഹിച്ച ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ടായി. അപ്പോൾ അതിൽ ഇപ്പോൾ ബിഗ് ബോസിന് ശേഷം എന്താണ് അനുമോളുടെ അവസ്ഥ എന്ന് ഒരാൾ ചോദിക്കേണ്ടായി. അപ്പോൾ അനുമോള് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്. അതിപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെയാണല്ലോ. പിന്നെ നെഗറ്റിവിറ്റിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പറഞ്ഞത് ബിഗ് ബോസിന് ശേഷം അനുമോൾക്ക് ഒരുപാട് നെഗറ്റീവ് ഇമേജ് ആയിരിക്കും എന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് ഇപ്പോൾ അനുമോള് വ്യക്തമായിട്ട് പറയുന്നത്, ചിലർക്ക് തന്നെ ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ എന്തായാലും നെഗറ്റീവ് അല്ലേ പറയുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ മറുപടി. അപ്പോൾ അതിന് ബോൾഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവർ പറഞ്ഞുള്ളത്. പിന്നെ അനുമോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ എല്ലാവരും ഈ ബിഗ് ബോസിൽ നിന്ന് വരണം, എന്നാലേ അതിനകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ ആ ഒരു വിഷമം അറിയാൻ പറ്റുള്ളൂ. നമുക്ക് എത്രത്തോളം അതിനകത്ത് അഭിനയിച്ച് നിൽക്കാൻ പറ്റും എന്നൊന്നും തോന്നുന്നില്ല. കുറേ കഴിയുമ്പോൾ നമ്മളെ തന്നെയായിട്ട് ബിഹേവ് ചെയ്യാൻ അതിൻ്റെ ഉള്ളിൽ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് അനുമോള് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അനുമോള് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊന്ന് നമുക്ക് കണ്ടിട്ട് തരാം. ബിഗ് ബോസിലെ ലൈഫ് നല്ലതാണ്. കാരണം ബിഗ് ബോസിന് മുന്നേ അതിന് ശേഷമുള്ള ലൈഫും രണ്ട് ഡിഫറെൻ്റ് ആണ്. കുറച്ചും കൂടെ സ്ട്രോങ് ആയി ലൈഫ് എന്താണെന്ന് അറിഞ്ഞു. പിന്നെ കുറച്ച് എന്താ പറയണ്ട, ഏത് സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് എന്താ പറയണ്ട, അത് ബിഗ് ബോസിൽ പോയി അത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കത് മനസ്സിലാവും. ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാവരും ബിഗ് ബോസിൽ പോകണം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പുറമേ നിന്ന് കാണുമ്പോൾ ഇതൊക്കെ എന്തുവാ ഈസി അല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നും അല്ല. നമ്മളൊരു വീട്ടിനകത്ത് ഫോണും വാച്ചും പുറലോകവുമായി ഒരു ബന്ധമില്ല, നമ്മുടെ പാരൻസുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തതല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടെ ഉള്ളവരും എല്ലാം നമുക്ക് അറിയാത്തവരും അറിയാവുന്നുള്ളവർ. അപ്പം ഒരു ഗെയിം ഷോയും കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ട് ഒരു പ്രഷർ കുക്കർ പോലെയാണ്. ശരിക്കും കുറച്ച് കഷ്ടപ്പാടുണ്ട് അതിൽ. അത് ആരോട് ചോദിച്ചാലും അങ്ങനെ തന്നെ പറയുള്ളൂ. അതെ, നെഗറ്റീവ് ഇപ്പോഴും പറയുന്നവരുണ്ടാവും, പോസിറ്റീവ് പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ പോസിറ്റീവ് പറയുന്നവരെ കൂടെ നിൽക്കുന്നുണ്ട്, നെഗറ്റീവ് പറയുന്നവരെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്, അവിടെ എന്താ ഞങ്ങൾ അനുഭവിച്ചെന്നുള്ള കാര്യം ഞങ്ങൾക്കേ അറിയുള്ളൂ, എനിക്കേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആരുടെയും മൂടാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് മൈൻഡ് ചെയ്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മൈൻഡ് ചെയ്യില്ല. പിന്നെ നമ്മൾ എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ തേടി പോവാറുള്ളൂ. ഞാൻ പൊതുവേ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്തിനാ വെറുതെ ഇരിക്കുന്നവർ മാത്രമാണ് ഈ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അങ്ങനെയുള്ളടത്തൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ സന്തോഷവും നമ്മുടെ ഫ്യൂച്ചർ എന്താണ്, ഇനി അങ്ങോട്ടുള്ളത് എന്താണെന്ന് നോക്കിയിട്ട് അത് നോക്കി പോവുക, അത്രേ ഉള്ളൂ. അനുമോളുടെ ഗ്യാങ്ങിനെയൊക്കെ പട്ടായ ഗേൾസ് അവിടെയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ പറഞ്ഞിരുന്നു. പിന്നെ അത് പുറമേക്ക് അങ്ങനെ തന്നെ അറിഞ്ഞിരുന്നത്. ആദില, നൂറ, പിന്നെ അനുമോള് ഒരു പിന്നെ വേണമെങ്കിൽ മറ്റേ ഒരു ശൈത്യ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്തായാലും പ്രേക്ഷകർ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അതിനകത്ത് ഇവർ 4 പേരും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു എന്ന രീതിയിൽ പട്ടായ ഗേൾസ്, പ്രധാനമായിട്ട് ഇവർ 3 പേര്, ആദില, നൂറ നമ്മുടെ അനുമോൾ തന്നെയായിരുന്നു. അപ്പോൾ അവർ പട്ടായ ഗേൾസ് പട്ടായയിൽ പോവും, അവർ ഒരു ടൂറായിട്ട് പോകും എന്നുള്ളതൊക്കെ ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്നതാണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ആകും, പിന്നെ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കുറഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത് ആദില, നൂറയൊക്കെ പട്ടായയിൽ പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേപോലെ ഇപ്പോൾ അനുമോളും പോവോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കുമല്ലോ. അപ്പോൾ അനുമോള് ഇവരോടൊപ്പമാണോ പോവുക എന്നുള്ളത് പല പ്രേക്ഷകർക്കും ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അനുമോള് പറഞ്ഞൊരു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തീർച്ചയായും പോകും, ഇപ്പോൾ എനിക്ക് അതിനുള്ള സമയമില്ല, പക്ഷെ ഞാൻ പട്ടായയിൽ പോകുക എന്നുള്ളത് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ ഉള്ളൊരു ആഗ്രഹമാണെന്നാണ് പറഞ്ഞത്. അതായത് ബിഗ് ബോസിൽ വന്നതിന് ശേഷം ആദില, നൂറയുടെ ഫ്രണ്ട്ഷിപ്പ് വന്നതിന് ശേഷം ഉണ്ടായുള്ളൊരു കാര്യമൊന്നുമല്ല, മുമ്പേ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. ഈ പട്ടായ പോലെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പ്ലേസിൽ പോകണം, ടൂറായിട്ട് പോകണം. അതും പറഞ്ഞിരിക്കുന്നത് ആരുടെ കൂടെയാണ്? സ്വന്തം ഫ്രണ്ട്സിൻ്റെ കൂടെ. സ്വന്തം ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ ആതിര വിജയ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡയാന ഹമീദ് ആയിരിക്കാം. പിന്നെ അതിനകത്ത് ബിഗ് ബോസ് സീസണിൽ ഒരു ഫ്രണ്ട് വന്നിരുന്നല്ലോ, ഒരു രശ്മി എന്ന് മറ്റു പറഞ്ഞിട്ടുള്ള ഒരു ആൾ വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് അനുമോൾ പ്ലാൻ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, ആദിൽ നൂറായിട്ട് ഇനി യാതൊരു തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനും ഉണ്ടാകില്ല. പിന്നെയും ലക്ഷ്മിയായിട്ടുണ്ട്, വേദലക്ഷ്മിയായിട്ടൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാവാം, പക്ഷെ ആദിൽ നൂറായിട്ട് ഇനി യാതൊരു തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അനുമോൾ പ്രത്യേകം എടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പട്ടായ പോകണമെങ്കിൽ ഞാൻ എൻ്റെ കുറച്ച് 1-2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അവരായിട്ട് ഞാൻ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം എന്നവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു.
അതിൽ നിന്ന് മനസ്സിലാക്കാം ആദ്യം നൂറയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അനുമോൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ളത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. പോകാൻ ഞങ്ങൾക്ക് കുറച്ച് തിരക്കാണ്, എനിക്ക് പോകണം. ഈ ഒരു സമയമുണ്ട്, അതൊക്കെ അതിൻ്റെ സമയമുണ്ട്. ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെ ഒരു ആഗ്രഹമായിരുന്നു, ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു പട്ടായയിൽ പോകണമെന്ന്. അത് ഞങ്ങളുടെ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവരായിട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്താണ്. അപ്പോഴാണ് ഈ പറയുന്ന ഇവരായിട്ട് കൂട്ടാൻ. അപ്പം ഞങ്ങൾ വെറുതെ അല്ല, ശരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെയാണ്. എപ്പോഴെങ്കിലും ഞങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും ഒരു ടൈം നമ്മൾ പോകും. പിന്നെ ഓൺലൈൻ മീഡിയാസ് ചോദിച്ചൊരു ചോദ്യമാണ്, ബിഗ് ബോസിന് അകത്തുണ്ടായിരുന്ന അവരുടെ കോ കണ്ടസ്റ്റൻസുമായിട്ട് ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണോ, അവരൊക്കെ പിന്നീട് കണ്ടോ എന്നുള്ളത് ചോദിക്കുന്നത്. പക്ഷേ അനുമോൾ പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ, എല്ലാവരും കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല, അത്രയധികം ബുള്ളിങ് ആണ് അതിനകത്ത് മറ്റുള്ള കണ്ടസ്റ്റൻസിൽ നിന്ന് അനുമോൾക്ക് നേടേണ്ടി വന്നത്. പ്രത്യേകിച്ചും ലേഡി കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ബിൻസി, അങ്ങനെ ബിന്നി, അവരിൽ നിന്നൊക്കെ. പിന്നെ അവരൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പും മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ വളരെ കുറച്ച് ഫ്രണ്ട്സ് എന്ന് ഉദ്ദേശിച്ചത് ഒനീലായിരിക്കാം, പിന്നെ നമ്മുടെ അഭിഷേക് ഉണ്ടായിരിക്കാം, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, അനുമോളുടെ സ്വന്തം ചാനലിൽ തന്നെയുള്ള യൂട്യൂബ് ചാനലിൽ തന്നെ വരുന്നത് ഒരുപാട് കുറച്ച് ആൾക്കാരൊക്കെ തന്നെയുള്ളൂ. അനുമോൾ പോകുന്നു, ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാണ്ട് എന്താണ് അനുമോളുടെ ഈ അഭിപ്രായം, ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരൊക്കെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇല്ല. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇറങ്ങിയതിന് ശേഷം എല്ലാവരായിട്ടും സംസാരിച്ചിട്ടില്ല, വളരെ കുറച്ചു പേരോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ചില ആൾക്കാർക്ക് ആരാധന മൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്ത് പിടിക്കുന്ന പോലെ, അത് പ്രത്യേകിച്ച് സിനിമാ താരങ്ങളോടൊക്കെ ഒരു ആരാധന വന്നു കഴിഞ്ഞാൽ അവർ എന്തൊക്കെ ചെയ്യാന്ന് നമുക്ക് അറിയില്ല. നമുക്കറിയാലോ, അവരെ വലിയ കട്ടൗട്ടൊക്കെ എടുത്തിട്ട് പാലാഭിഷേകം ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ബിഗ് ബോസ് താരത്തിനോട് ഇത്രയധികം ആരാധന നമ്മൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ കാര്യത്തിൽ, അത് അഖിൽമാരുടെ കാര്യത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റോബിൻ രാധാകൃഷ്ണന്റെ ആരാധകരായിരുന്നു, അദ്ദേഹത്തിന് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫാൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിലിപ്പോൾ അനുമോളുടെ ഒരു ആരാധകൻ ഒരു ഫാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ കാല് തൊട്ട് വന്നിച്ചു. അത് അനുമോൾ ഭയങ്കര ഒരു ഷോക്കിംഗ് ആയി. അനുമോൾ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്ത് സ്വന്തം അച്ഛൻ്റെ അമ്മേൻ്റെ കാലിക്ക് മാത്രമേ ഒരാൾ വീഴാൻ പാടുള്ളൂ, എൻ്റെ കാലിക്കൊന്നും വീഴാൻ പാടില്ല എന്നുള്ളത്. അത് ആ ഒരു സീൻ അവിടെ കഴിഞ്ഞത്. പക്ഷേ ഇത് ഒരു ചോദ്യമായിട്ട് അനുമോളുടെ അടുത്ത് വീണ്ടും വരുന്ന അനുമോൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒരു ലേഡി ഇതെടുത്ത് ചോദിച്ചു, ഇപ്പോൾ കാലിക്ക് തൊട്ടൊക്കെ ആൾക്കാർ വന്നിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച വഴിക്ക് അനുമോളൊന്ന് പതറിപ്പോയി. കാരണം അതൊരു വലിയൊരു വിവാദമാവും എന്നുള്ള രീതിയിലൊക്കെ അനുമോളുടെ മുഖം കണ്ടാലും അതിനറിയാം. അപ്പം അനുമോൾ അപ്പം തന്നെ ആ പയ്യൻ അകലെ നിൽക്കുന്നുണ്ടായിരുന്നു, അവനെ വിളിച്ച് അവനെ ശാസിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അങ്ങനെയാണ് ഓൺ ദ സ്പോട്ട് അനുമോൾ അപ്പം തന്നെ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നു, അത് അവിടെ തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് അത് ഒരു കണ്ടന്റ് ആക്കിയിട്ട് ആർക്കും തന്നെ വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അനുമോൾ അവിടെ മൗനമായിട്ട് നിന്നിരുന്നെങ്കിൽ ഇതൊരു വലിയൊരു വിവാദമാണ്. അവൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്ന് വലിയ വിന്നറായതിനു ശേഷം ഒരാൾ വന്ന് കാൽക്കെ തൊഴുതു, വേണേൽ കാൽക്കെ തൊഴിപ്പിച്ചു എന്ന് വരെ പറഞ്ഞുണ്ടാക്കുന്ന രീതിയിലുള്ള ഓൺലൈൻ മീഡിയാസ് ഒരുപാടുണ്ട്. അവരൊക്കെ ഹേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. പിന്നെ അവരെ ഇഷ്ടമില്ലാത്ത ഒരുപാട് കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ വലിയ വിവാദമാവുമെന്ന് എന്തായാലും അനുമോൾക്ക് അറിയാം. അതുകൊണ്ട് അനുമോൾ ആ ഓൺ ദ സ്പോട്ട് അവിടെ വെച്ച് തന്നെ ആ ഒരു പയ്യനെ ഉപദേശിച്ച് വിടുകയാണ് ചെയ്തത്. നീ ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, എത്ര ആരാധന ഉണ്ടെങ്കിലും നമ്മൾ അവന് ചെയ്യാം. അത് സത്യമാണ് കേട്ടോ. എത്ര ആരാധനയുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇപ്പോൾ നമ്മളൊരു അവാർഡ് മേടിച്ചു, അങ്ങനെ അദ്ദേഹത്തിന് കാലിക്ക് തൊഴുത്തുന്ന അനുഗ്രഹം വാങ്ങാം അങ്ങനെ ചെയ്യാൻ. വെറുതെ ഒരാൾ വന്ന് നിൽക്കുന്ന സമയത്ത് ഓടിച്ചെന്ന് അയാൾ കാലിക്ക് വീണ് ഒരു അനുഗ്രഹം മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലർക്ക് ചിലപ്പോൾ ഉള്ളിലുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ അങ്ങനെയുള്ള ലെജൻസിൻ്റെ ഒക്കെ കാലിക്ക് വീണ് അവരനുഗ്രഹം മേടിക്കാതെ വേറെ കാര്യം. പക്ഷേ ഈ അനുമോളെ പോലുള്ള ഒരു ബിഗ് ബോസ് താരം അത്രയൊന്നും ഉയർന്നു വന്നിട്ടില്ലല്ലോ. അവരൊക്കെ ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് വരുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ തന്നെ പറയാം. 1-2 സീരിയൽ അഭിനയിച്ച് ബിഗ് ബോസ് ഒരു സക്സസ് ആയി എന്ന് പറഞ്ഞാലും ഒരു വലിയൊരു താരം പദവിയിലോട്ടൊന്നും അനുമോൾ എത്തിയിട്ടോ അത്രയും വലിയൊരു ആരാധക വൃന്ദം ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഒരു ബിഗ് ബോസിൽ വന്നു, ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ അത്രയും വലിയ ലെജൻസിൻ്റെ ഒപ്പമൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര ആരാധന ഉണ്ടെങ്കിലും ഒന്ന് ഒഴിവാക്കി വിടായിരുന്നത് അനുമോൾക്ക് തന്നെ അത് ഭയങ്കര മനസ്സിന് ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അനുമോൾ തന്നെ അത് പറയുന്നത് ആ വീഡിയോ നമുക്ക് കണ്ടത് എനിക്ക് രസകരമായിട്ടാണ് തോന്നിയത്. അപ്പോൾ അനുമോൾ അത് ഓൺ ദ സ്പോട്ട് തന്നെ അത് ആ പയ്യനോട് പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്.
ആൾക്കാരൊക്കെ കാലിൽ വന്ന് തൊട്ട് തൊഴുന്നൊക്കെയാണ്. അയ്യോ അത് ഒരു മോനൊന്നും അല്ലവൻ. എവിടെ അത് ഇവിടെ ഉണ്ടായിരുന്നു അതോ നിക്കുന്നു ഇപ്പൊ വേടാ. നീ എന്തിനാ കാലിൽ തൊട്ട് തൊഴുതേ? അങ്ങനെ ചെയ്യരുത് കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെ കാലിൽ തൊട്ട് തൊഴും, അല്ലാതെ വേറെ ആരുടെയും കാലിൽ തൊട്ട് തൊഴുത്. ആ ശരി അമ്മ, ശരി. അപ്പോൾ ഇതിന് അനുമോളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം അറിയാൻ പറ്റി. വിവാഹ കാര്യങ്ങളൊന്നും ആരും ചോദിച്ചിട്ടില്ല. വിവാഹം എന്നുണ്ടാകുന്നോ, അതിനുള്ള വല്ല സാധ്യതയുണ്ടോ, ഇനി ആരെങ്കിലും കമ്മിറ്റഡ് ആയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊന്നും ആരും ചോദിച്ചില്ല. എന്തുകൊണ്ട് വിട്ടുപോയെന്ന് എനിക്കറിയില്ല. കാരണം ബിഗ് ബോസ് കഴിഞ്ഞാൽ ഉടനെ വിവാഹം ആലോചിക്കുന്നുള്ള അവരെ പേരൻസും സിസ്റ്ററൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അനുമോളുടെ കാര്യം എന്താണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കമ്മിറ്റഡ് അല്ല നമുക്കറിയാം. കമ്മിറ്റഡ് ആണെങ്കിൽ അത് എങ്ങനെയൊക്കെ പുറത്ത് വന്നേനെ. പക്ഷേ വിവാഹ ആലോചനകൾ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും ആരും ചോദിച്ചിട്ടില്ല. അപ്പം അനുമോളത് വെട്ടി തുറന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പക്ഷേ കണ്ടിട്ട് തോന്നുന്നത് വിവാഹാലോചനകളൊന്നും ഇപ്പോൾ തകൃതിയായിട്ട് നടക്കുന്നില്ല എന്ന് തന്നെയാണ്. എന്തായാലും നല്ല ഒരു കുടുംബജീവിതമൊക്കെ അനുമോൾക്ക് ഉണ്ടാവട്ടെ അല്ലേ. അവർ ഒരുപാട് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ സക്സസ് ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സക്സസ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ലൈഫിലോട്ട് നല്ല കാര്യങ്ങൾ വന്നാലേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഒക്കെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും അനുമോൾക്ക് ഓൾ ദി ബെസ്റ്റ്. ഇനിയും നല്ല ഉയരങ്ങളിലെത്തി നല്ല നല്ല സിനിമകൾ ചെയ്യാനായിട്ട് അത് സാധിക്കട്ടെ അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.